അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്കറിയാലോ, ആഴ്ച 2 പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റ് വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്യുമെൻ്റൊക്കെ എടുക്കാതെ ഞാൻ സമയം തരാം നിങ്ങൾക്ക്. അതുപോലെ നിങ്ങളുടെ പ്രമാണങ്ങളില്ലേ, ജപ്തി നടപടികൾ, അതുപോലെ അളവുകൾ, തർക്കങ്ങൾ, വഴിത്തർക്കങ്ങൾ, അതിൻ്റെ സ്കെച്ചൊക്കെ ഉണ്ടാക്കണം മക്കളെ. വഴിത്തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഈശോയ്ക്ക് കാണിക്കണം. കാര്യം ഈ പ്രാർത്ഥന ഒത്തിരി പേർക്ക്, 100 കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറയുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വിടുതൽ പ്രാപിച്ചവർ. എന്ത് രേഖയാണ് മക്കളിൽ ഉള്ളത്? പാസ്പോർട്ടോ, വിസയോ, റിജക്റ്റ് ചെയ്ത വിസയോ, എന്താ കയ്യിലുള്ളത്? എല്ലാ രേഖകളും എടുക്കുക മക്കളെ. മിണ്ടാതെ പോയില്ല എടുക്കുക. കയ്യിൽ പേന എടുത്താലും കുഴപ്പമില്ല, പെൻസിൽ എടുത്താലും കുഴപ്പമില്ല, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എടുത്താലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക്. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, അങ്ങയുടെ മക്കൾ അവരുടെ ജീവനോപാധികൾക്ക് മാധ്യമമായ എല്ലാ രേഖകളും അവരുടെ കൈകളിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ്, സർട്ടിഫിക്കറ്റുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പാസ്പോർട്ടുണ്ട്, പല അപേക്ഷകളുണ്ട് ഈശോയെ. ചില ഹോസ്പിറ്റലുകളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ, അതിന് തീരുമാനങ്ങളില്ല. വീടിന് നമ്പറിട്ട് കൊടുക്കാൻ വീണ്ടും നമ്പർ കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതുവരെ നമ്പറിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ രേഖകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കാര്യം കർത്താവ് അടക്കത്തില്ലെന്ന് പറയുന്ന രീതിയിൽ ഫ്രീ സർവേക്ക് വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന രേഖകളുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വിടാനുള്ള ആപ്ലിക്കേഷൻ, ജോബ് ആപ്ലിക്കേഷൻസ്, ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോറങ്ങളുണ്ട് ഈശോയെ. കല്യാണ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ കല്യാണക്കുറികൾ. ഇന്ന ദിവസങ്ങൾ കല്യാണം ഉള്ളതുകൊണ്ട് ആ കല്യാണം നടത്താനുള്ള കുറികൾ, ആൾക്കാർക്ക് കല്യാണക്കുറികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മുമ്പുള്ള ആദ്യത്തെ കുറികൾ, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കുറികൾ എൻ്റെ മക്കൾ കയ്യിലെടുക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടി ഈശോയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ആശുപത്രി ചീട്ടുകൾ, മരുന്നിൻ്റെ കുറിപ്പടികൾ,
നിങ്ങളുടെ ടിക്കറ്റുകൾ, റെയിൽവേ ടിക്കറ്റ് ആകാം, പ്ലെയിനിൻ്റെ ടിക്കറ്റ് ആകാം, ടിക്കറ്റുകൾ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് മക്കളുടെ കയ്യിൽ അവർ ഉയർത്തിയിരിക്കുന്ന രേഖകൾ അവരുടെ യാത്രയാണ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഞെരുക്കമാണ്. ഇതിൻ്റെ തടസ്സങ്ങൾ, ഇത് ആര് വരികയാണ്, ഇത് ഏത് ഓഫീസിലാണ് തടസ്സങ്ങൾ ഇരിക്കുന്നത്, ഏത് നിയമമാണ് എൻ്റെ തടസ്സമായി മാറിയിരിക്കുന്നത്, യേശുക്രിസ്തു നാമത്തിൽ ഞാനത് ബന്ധിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കയ്യിരിക്കുന്ന എല്ലാ രേഖകളും, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ, പാസ്പോർട്ടുകൾ, വിസകൾ, അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ജപ്തി നടപടിയുടെ രേഖകൾ, പ്രമാണരേഖകൾ, പട്ടയത്തിൻ്റെ രേഖകൾ, ചിട്ടിയുടെ പേപ്പറുകൾ, കടങ്ങൾ, എന്തെല്ലാം രേഖകളാണോ അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആശീർവദിക്കണമേ. രോഗികളെ ആശീർവദിക്കുന്നു, ജീവിത പ്രതിസന്ധിയിലിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. തൊഴുത്തിലും അതുപോലെ ആനിമൽ ഫാമിലും കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങളുമില്ല ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോവുകയും മൃഗങ്ങൾ മരിക്കുകയും പ്രസവിക്കാതെ പ്രസവം മുട്ടിയിരിക്കുകയും വരുമാനമില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലകളും കർത്താവേ, നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്നവരുണ്ട്, കുരുമുളകും ഏലവും ഉൾപ്പെടാം. അതുപോലെ പല പല കായ്ഫലങ്ങൾ വിൽക്കാൻ പറ്റാതെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നവരുണ്ട്, കൂട്ടിക്കിടന്ന് നശിച്ചു പോകുന്നുണ്ട്. തർക്കപ്പുരയിടത്ത് തേങ്ങ മുളച്ച് കിടക്കുന്നവരുണ്ട് കർത്താവേ, ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്തത് കേസായി കിടക്കുന്നവരുണ്ട് ഈശോയെ. അതിന് മേലെല്ലാം എസക്കേൻ്റെ താഴെ വരെ അസ്ഥികളുടെ താഴെ വരെയുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ട് ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ പോകുന്ന വഴികളിൽ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിനക്ക് സന്ധിപ്പ് സമാധാനം നൽകട്ടെ, സൗഖ്യം നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പലതരത്തിലുള്ള ദൈവസഹായങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ചിലരൊക്കെ ഈ തൊഴിൽ സംരംഭകരില്ലേ, ഇന്നൊരു സംരംഭക എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു, ഇന്നല്ല കഴിഞ്ഞ ദിവസം. ഇപ്പോൾ അവരൊരു ഫ്രഷ് തേനിൻ്റെ ഒരു ആൽബം എനിക്ക് തന്നു. ഭയങ്കര എക്സിക്യൂട്ടീവ് ആൽബം, നല്ല രസം കാണാൻ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സംരംഭകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അതാണ് ഒരു ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. പുതിയ സംരംഭകരൊക്കെ ചെയ്യണമെന്ന് അറിയാമോ? ഈ കേരളത്തിൽ വ്യവസായ കേന്ദ്രം എന്നും പറഞ്ഞ് എല്ലാ ജില്ലയിലുണ്ട്. ഖാദി ബോർഡ്, വ്യവസായ കേന്ദ്രം. അപ്പോൾ പുതിയ സംരംഭകർ എന്ത് ചെയ്യണത്, അവരുടെ ഈ ഖാദി ബോർഡും വ്യവസായ കേന്ദ്രമൊക്കെ കുറേ സെമിനാറുകൾ നടത്തും. എന്നിട്ട് നമുക്ക് സ്വന്തം നിലയിൽ ചെയ്യാവുന്ന സബ്സിഡിയുള്ള കുറേ വ്യവസായ സംരംഭങ്ങളെക്കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തരും, അതിൻ്റെ ലീഫ്ലെറ്റൊക്കെ തരും. അപ്പോൾ നമ്മൾ നോക്കണത് ആ ലീഫ്ലെറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, തേൻ ശേഖരണം, മെഴുകുതിരി നിർമ്മാണം, അങ്ങനെ കുറേ സാധനം. ഏതിനാണ് സബ്സിഡി ഉള്ളത്, ഏതാണ് നമ്മുടെ സഹകരണം ചെയ്യാൻ പറ്റണമെന്ന് നോക്കും. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ ഓരോ വ്യവസായമൊക്കെ തുടങ്ങണതേ സ്വന്തമായിട്ട്, പിന്നെ ഡെവലപ്പ് ചെയ്ത് വരണതാണ്. അപ്പോൾ ഈ സംരംഭകർ ചെയ്യേണ്ടത് ഒരു വിഷയം വെച്ചാൽ, ബൈബിളിലും തിരയണത് വാസ്തവത്തിൽ നമ്മളിതാണ്. ചില സമയത്ത്, എപ്പോഴുമല്ല, എന്തെല്ലാം സഹായം ദൈവത്തിൽ നിന്നുണ്ട്. ഒരു ആധ്യാത്മികമായ ഒരു സംരംഭം, കൃപ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള സംരംഭമാണല്ല, ആത്മീയ സംരംഭമാണ് കൃപ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ക്രിസ്ത്യൻ ഒരു ഫെയ്ത്ത് എന്ന് പറയണത്, ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയണത് ബേസ് ചെയ്തിരിക്കുന്നത് ബ്ലെസ്സിങ്സിലല്ലെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും. എൻ്റെ കാര്യത്തിൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് പറയാറുണ്ട്, നിരീശ്വരവാദിയാണെങ്കിലും പ്രാർത്ഥിക്കാത്തവരാണെങ്കിലും ബ്ലെസ്സിങ്സ് കിട്ടിക്കൊള്ളൂ, ഒരു കുഴപ്പമില്ല. എല്ലാ നിരീശ്വരവാദികളും പട്ടിണി കിടക്കണം ഇവിടെ, അല്ലല്ല, ദൈവത്തെ തള്ളി പറയുന്നവരൊക്കെ പട്ടിണി കിടക്കണം, അല്ല. നിങ്ങൾ സന്താന പുഷ്ടിയുടെ പെരുകി, ഞാൻ ഈ പന്തിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ബ്രെഡിൽ, നിങ്ങൾ സന്താന പുഷ്ടിയുടെ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞു. കഴിഞ്ഞ മാസം പറഞ്ഞാൽ ഓർത്താൽ മതി. അപ്പം നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നടന്നു തീരേണ്ട സമയം, നമ്മുടെ ജീവിതം തീരണതാണ് നമ്മുടെ ഭൂമി. എവിടെ വെച്ച് തുടങ്ങി എവിടെ വെച്ച് ജീവിതം തീരുന്നു, അതാണ് നമ്മുടെ ഭൂമി. അപ്പോൾ ഭൂമി ആ ജീവിതം കീഴടക്കാൻ പറയുകയാണ്. ജീവിതം കീഴടക്കാൻ വേണ്ടി വിദ്യാഭ്യാസമുണ്ട്,
തൊഴിലുണ്ട്. അതൊക്കെ ദൈവത്തെ വിളിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം ബുദ്ധിയെല്ലാം കൊടുത്തിട്ടാണ് പറയണത്, നിങ്ങൾ ഭൂമിയെ ജീവിതം കീഴടക്കണം, സന്താന പുഷ്ടിയുള്ളവരാകണം, പെരുകണം, ഭൂമിയെ കീഴടക്കണം എന്ന് പറയും. അങ്ങനെ അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഞങ്ങൾക്ക് തന്നെ ആവശ്യം, പള്ളിയിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ ആക്ഷേപിക്കണ ഇത് ഈ വിവരമില്ലായ്മ പറഞ്ഞുകൊണ്ട് കൊട്ടിക്കൊഷിച്ചുകൊണ്ടാണ്. അതിൻ്റെ കൊട്ടിക്കൊഷിക്കേണ്ട കാര്യമില്ല, നിങ്ങളതൊന്നും കേൾക്കാൻ പോകരുത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ വാട്ട് ഈസ് സ്പെഷ്യൽ, ക്രിസ്ത്യാനിറ്റിയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കണത്, അല്ലേ? അവൻ്റെ നാമത്തിൽ. യോഹന്നാൻ 1:16 അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇനി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ 12 എടുത്തേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകാനുള്ള ഒരു അടിസ്ഥാന സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? കൃപയ്ക്കുമേൽ കൃപയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ഉന്നം വെക്കുന്നത് ദൈവമക്കൾ. ഇപ്പോൾ ജ്ഞാനസ്ഥാനത്തോടെ ദൈവമക്കളാകാനുള്ള കഴിവ് നമുക്ക് കിട്ടും. പിന്നെ എന്താണ്? ജ്ഞാനസ്ഥാനം കൊണ്ട് നിൽക്കണില്ല. നമ്മുടെ ജീവിത വിഷയങ്ങളെ, ജീവിത പ്രശ്നങ്ങളെ വിശ്വാസബദ്ധമായിട്ട് ഈ പ്രസരണ നഷ്ടമില്ലാതെ ഏകാഗ്രതയോടുകൂടി ദൈവത്തെ ഫോളോ ചെയ്ത് പോകുന്നവർക്കാണ് കൃപയ്ക്ക് മേൽകൃപയെന്ന് പറയുന്നത്. കൃപയെന്ന് മാത്രം പറഞ്ഞാൽ മതി. മേൽകൃപയെന്ന് പറയുന്നത് അക്വയർഡ് ഗ്രേസാണ്, ആർജിത കൃപ. ദൈവം ഒരു പ്രൊജക്റ്റ് തരുമ്പോൾ ആ പ്രോജക്റ്റ് വെച്ചിട്ട് ഓട്ടിസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എത്ര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അയ്യോ, കുഞ്ഞുങ്ങൾ അത്താരെ വരും, അവർ പരക്കം പാഞ്ഞ് പ്രാന്തി പിടിച്ച് ഓടും. അവിടെ പുറകെ അപ്പനോടും, അപ്പനെ ഓടിക്കൊണ്ടുവരുമ്പോൾ അവർ കിടന്ന് കാറും. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ശരിക്കും നമുക്ക് സങ്കടം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പൻ എൻ്റെ പുറകെ ഓടുകയാണ്. ചില കുഞ്ഞുങ്ങളെ നമുക്ക് ജോലിക്കും പോകാൻ പറ്റത്തില്ല, ചിലർക്ക് ആരും എക്കത്തുമില്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറയണത്, ഈ സംഭവം എന്ന് പറയണത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മേൽകൃപ എന്ന് പറയുന്ന സാധനം ഇതുപോലെ എക്സ്ട്രാ ഇപ്പം വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് കർത്താവ് ചോദിച്ചില്ലേ? മത്തായി 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ദൈവത്തിന്റെ മനസ്സിരിപ്പ് എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ വിശേഷവിധിയായി ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. അപ്പം വിശേഷവിധിയായി നമ്മൾ ചെയ്യുന്നതിനാണ് ഈ ആർജിത കൃപ കിട്ടണത്, മേൽകൃപ കിട്ടണത്. അപ്പോൾ വിശേഷവിധിയായി നമ്മൾ ചെയ്യണമെന്നില്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ മകന് ഓട്ടിസം ഇല്ല, പെങ്ങളുടെ മകൾക്ക് ഓട്ടിസം ഇല്ല, പക്ഷേ എൻ്റെ മകന് ഓട്ടിസം ഉണ്ട്. അപ്പോൾ നമ്മൾ ഭാര്യയോട് പറയും, നീ കൊണ്ടുവന്നാണ്. അങ്ങനെ പരസ്പരം പഴിയാനോ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ഇരുട്ട് കൊണ്ട് ജീവിതത്തിൻ്റെ ദൂരം അടക്കാൻ പറ്റത്തില്ല. മറിച്ച് അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ വിശേഷവിധിയായി നീ എന്താണ് ചെയ്യുന്നത്, വിശേഷവിധിയായി നീ എന്താണ് സഹിക്കുന്നത്. അപ്പോൾ നിനക്ക് ഉത്തരവായി. ഓരോ ഓട്ടിസം രോഗികളും അതുപോലെയുള്ള ഇപ്പം അപ്പനോ അമ്മയോ ആരെങ്കിലും എക്സ്ട്രാ നിനക്ക് സഹനം വരണ എല്ലാം കൃപയുടെ വാതിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കൃപ എന്താ എനിക്ക് വെട്ടിപ്പിടിക്ക് തിന്നാനാണെന്ന് വിചാരിക്കുക. അങ്ങനെ ചോദ്യം കുഴപ്പമില്ല. കൃപയുടെ വില അറിയാൻ മേലാത്തവർ. കാര്യം എൻ്റെ മക്കളെ, ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് വേണം. എന്താ കാര്യത്തിൽ ഇപ്പം ഞാനിപ്പോഴും പറയത്തില്ലേ, നിങ്ങളെ ടീച്ച് ചെയ്യാൻ വേണ്ടിയാണ് മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, മാതാവ് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വല്ല പ്രയോജനം ഉണ്ടായ. സഭയെന്നും കുറേ ആക്ഷേപങ്ങൾ ആദ്യകാലങ്ങൾ കേട്ടു, പുറത്തുള്ളവരും കുറേ വിമർശിച്ചു. ചിലർ ഇപ്പോഴും പറയുന്നുണ്ട് കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയാമല്ലോ, എനിക്ക് കിട്ടിയതാണ്. ഇത് അങ്ങേര് കണ്ട ഓരോ കാര്യം ചെയ്യാൻ കണ്ടില്ലേ, അത് കമൻ്റൊക്കെ കിട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് ചിരി വരും. എന്താ കാര്യം? മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടും ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് എന്താണ്? ഈ കാട്ടുകടന എന്നുള്ള വിളിയാണ്. അപ്പോൾ അത് മറ്റവർക്കില്ലല്ലോ. അതാണ് എനിക്ക് വിശേഷവിധിയായിട്ടുള്ളത്. ആ വിശേഷവിധി എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഓട്ടിസം അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ടുള്ള മാതാപിതാക്കന്മാർ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിശേഷവിധി എന്താണ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ചെയ്യണത് പോലെ തന്നെയാണ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് സഹിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവപൈതലെ നിനക്കത് അക്കൗണ്ട് അതിനൊരു മറുപടി പറയാനുണ്ടെങ്കിൽ നീ കൃപയുടെ വാതിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കരുത് ആ കൃപ കിട്ടിയിട്ട് എന്തിനാണെന്ന്. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ നിത്യജീവിതം എന്താണ്? ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ആനന്ദിക്കുന്നത് നമ്മൾ കരിസ്വത്തിൽ പറയും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തെ എനിക്ക് സ്വർഗത്തെക്കുറിച്ച് നല്ലൊരു അനുഭവജ്ഞാനമുണ്ടെന്ന് എൻ്റെ ഒരു ധാരണ. വെച്ചാലും ദൈവത്തെ നമ്മുടെ ആത്മാവ് ദൈവത്തിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആകുമ്പോൾ തന്നെ ആത്മാവിൽ ആനന്ദം നിറയും. ആനന്ദത്തിൻ്റെ ഒരു ഗ്രഡേഷൻ ഉണ്ടല്ലോ, നിത്യാനന്ദം എന്ന് പറയും അതിന്. വെച്ചാൽ അതൊരിക്കലും അസ്തമിക്കത്തില്ല. ഞാൻ നിനക്ക് നൽകുന്ന സന്തോഷം ആരും നിങ്ങൾ എടുത്തു കളയത്തില്ലെന്നാണ് പറയണത്. എടുത്തു കളയാത്ത സന്തോഷം. അപ്പം അതിനു വേണ്ടിയുള്ള പക്ഷെ അത് പേയ്മെൻ്റാണ്. അത് ഭയങ്കര. കാരണം ക്രിസ്തു അത് നേടിയെടുത്തത് കൊടോര സഹനങ്ങളിലൂടെയല്ലേ. അവൻ വില കൊടുത്തെന്നൊക്കെ പറയണത്. അപ്പം അവൻ നേടിയെടുത്ത ഒരു ആത്മാവിൻ്റെ അനന്ത സാധ്യതയിലേക്ക് നമുക്ക് അവകാശം കിട്ടുന്നതിന് വേണ്ടി വിശേഷ വിധിയായി നീ എന്താണ് സഹിക്കുന്നത്? ഇപ്പോൾ ഒരു കാത്തലിക്കിനെ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള വ്യക്തമായ മറുപടികളും ഉത്തരങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇതൊക്കെ വരുമ്പോൾ പറയാൻ എളുപ്പവും കേൾക്കുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുമെങ്കിലും അനുഭവിക്കുമ്പോൾ തണുപ്പ് വന്നപ്പോൾ ചില ആൾക്കാർ ഇവിടുന്ന് മൂന്നാർ പോയായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് മൂന്നാർ മഞ്ഞ് പെയ്തെന്നും പറഞ്ഞു പോയി. ഇനി സ്വിറ്റ്സർലൻഡ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വണ്ടി എടുത്ത് മൂന്നാറിൽ പോയി. അവർ മഞ്ഞ് വീണൊക്കെ കണ്ട് കാലാവസ്ഥയ്ക്ക് ഭയങ്കര ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമാണല്ല. പക്ഷേ യഥാർത്ഥ മഞ്ഞ് വീണ കണ്ട നമ്മൾ പുറത്തിറക്കത്തില്ല. -4, -5, -8 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകുകയാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ സഹനമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോൾ യഥാർത്ഥ സഹനം വരുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റാതെ വരും. ഇതുകൊണ്ടാണ് ഇതിന് ഗ്രേസ് വേണമെന്ന് പറയണത്. മനസ്സിലായ ആ ഒരു സാഹചര്യത്തെ നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല എന്ന് പറയുമ്പോൾ നീ വെള്ളത്തിലൂടെ പോകും, വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല എന്ന് പറയുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. ഒരു സാഹചര്യത്തിൽ പോകുന്നു, പക്ഷേ അതിൻ്റെ ആവിയും പുകയും തീയും പൊള്ളലും അനുഭവിക്കാതെ ആ ഒരു അധ്യായം നമ്മൾ ജീവിച്ചു തീർക്കുകയാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ഈ വിശിഷ്യ സഹനങ്ങളിരിക്കുന്ന ആൾക്കാർ എപ്പോഴും കൃപയെക്കുറിച്ചും നിങ്ങൾക്ക് വിശേഷവിധിയായ കൃപയുമുണ്ട്, അത് മേൽകൃപ എന്ന് പറയണത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഈ വിഷയം വളരെ ദൈവികമായിട്ടെടുക്കണം. എടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അത് അതിജീവിക്കാനുള്ള കൃപ തരും. കാരണം ദൈവത്തെ ഞാൻ അടുത്ത ദിവസങ്ങൾ അത് നന്നായിട്ട് പറഞ്ഞുതരാം. ചില കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കേണ്ട തീരുമാനം അപ്പോൾ നാളെ ശ്രദ്ധിക്കണേ. അഞ്ജു, ഞാൻ കാല സെൻറ്റ് പോൾ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 പിന്നെ ഉടമ്പടി വന്ന് പുതുക്കുന്നത് 2022. 2022 തൊട്ട് തുടങ്ങുന്ന എൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ വന്നത്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷിയാണ് കൃപാസനത്തിൽ വന്ന് പറയുന്നത്. 2022 ഞാൻ വന്ന് ആദ്യമേ ഉടമ്പടി വെച്ചിരുന്നത് ഞാൻ MBAക്ക് അപ്ലൈ ചെയ്തിരുന്നു. ഞാൻ മാസ്റ്റേഴ്സ് MSc പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹോൾഡറാണ്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ MBAക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ആ ഒരു കാര്യത്തിൽ എൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഞാൻ ഒട്ടും മാച്ച് ആവുന്നില്ല. ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻ്റ് അല്ല, പിന്നെ എൻ്റെ കരിയർ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും മാച്ച് ആവുന്നില്ലായിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ ഞാൻ ആകെ പറഞ്ഞത് എനിക്ക് ഒരു നല്ല യൂണിവേഴ്സിറ്റി, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ആപ്ലിക്കേഷൻ വേണം. അതിൽ നിന്ന് അവർ എലിജിബിലിറ്റി എല്ലാം മാറി എന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കണം. പിന്നെ വെച്ചൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല, എൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് ഡിസ്റ്റൻറ്റ് ലേണിംഗ് തന്നെ എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് ഒരു കോള് വരുന്നത് അപ്ഗ്രാഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു കോള് വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഡീക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർനാഷണൽ ബിസിനസ് വെച്ചിട്ട് MBA എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് വന്നു. ആദ്യമേ കുറച്ച് ഡൗട്ട്ഫുള്ളായിരുന്നു എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷന് വേണ്ട ഫീസും കാര്യങ്ങളിലൊക്കെ കാര്യത്തിലൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ ഒരു കോൺഫിഡൻസിൽ പോയി ഞാൻ അപ്ലൈ ചെയ്തു. ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഇഷ്യൂ ആക്കാതെ അവരെന്ത് പ്രോസസ്സ് ചെയ്തു. ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസ് കംപ്ലീറ്റ് ചെയ്തു. അതിൽ പാസ്സായി. അങ്ങനെ അതിൽ രജിസ്റ്ററായി. 2 വർഷത്തെ കോഴ്സായിരുന്നു. ഡ്യുവൽ സർട്ടിഫിക്കറ്റും കൂടിയാണ് എനിക്ക് കിട്ടിയത്. PG PM പിന്നെ MBAയും.
കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ റിസൾട്ട് വന്നു. 70% മാർക്സോടെ ഞാൻ MBA ക്ലിയറായി. കൂടെ PGPOയും കിട്ടി. അങ്ങനെ എനിക്കിപ്പം 4 എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കേഷൻ അല്ല പോസ്റ്റ് ഗ്രാജുവേഷനാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അതുകൂടാതെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി വേണം എന്നായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആയിരുന്നു. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇല്ല, ആൻഡ് സാലറി ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ MBA കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് MBA അപ്ലൈ ചെയ്തതും. റിസൾട്ട് കഴിഞ്ഞ ഉടനെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷൻ കിട്ടിയതോടെ ഞാൻ അപ്ലൈ ചെയ്തു. ആ കമ്പനിയിൽ ഞാൻ കിട്ടിയൊരു കമ്പനി അനലക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസിങ് അനാലിറ്റിക്സ് കമ്പനിയാണ്. നല്ലൊരു US ബേസ്ഡ് കമ്പനിയാണ് കിട്ടിയത്. ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 1 month ഡിലേ ആയിട്ട് അപ്ലൈ ചെയ്തത്. ആൻഡ് ഞാൻ നോക്കിയപ്പോൾ അതിൽ ഓൾറെഡി 100 ആപ്ലിക്കൻസും ഉണ്ട്. സോ ഇതിൽ കിട്ടില്ല എന്നൊരു ഇതിൽ ആണ് ഞാൻ വെച്ചത്. പക്ഷേ ദൈവകൃപയാൽ എനിക്ക് ഇൻ്റർവ്യൂ സ്കെഡ്യൂളായി. 5 rounds ഓഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. 5 റൗണ്ടും ക്ലിയർ ചെയ്തു. ആൻഡ് എനിക്ക് ജോയിനിങ് ഡേറ്റും കിട്ടി. ഞാൻ ഈ ട്യൂസ്ഡേ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ്. ഇതിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദൈവപദ്ധതിയിൽ എന്തെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ നമ്മൾ അതിൽ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹവും കൃപയും കരുണയും ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ പപ്പയ്ക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തിരുന്നു. അത് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു മാർച്ച് കണ്ട് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇത് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല, കീമോ നിർത്തണം, ഇനി പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റേണ്ടി വരും, അത്ര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നു. അപ്പം ഉടനെ തന്നെ മാർച്ചിൽ ഞങ്ങളിവിടെ വന്നു. ഞാനും അമ്മയും ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും വെച്ച് അപ്പയുടെ നെറ്റിയിൽ കൈവരിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് രാവിലെ എണീക്കുന്നതും രാത്രി കിടക്കുന്നതും. അത് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് ജോലിക്ക് പോയി. അപ്പയ്ക്ക് വീണ്ടും ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. May 22 ആയിരുന്നു കൺസൾട്ടേഷൻ. അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ വരെ ഭയങ്കര സർപ്രൈസ്ഡായി. റിസൾട്ട് എല്ലാം ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ബ്ലഡ് കൗണ്ട്, RBC കൗണ്ട് കൂടി, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി, ലിവറിലുണ്ടായിരുന്ന ഗ്രോത്തിൻ്റെ ഇതും വളരെ ചെറുതായി. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അടുത്ത 2 മാസം കഴിഞ്ഞ് വീണ്ടും റിവ്യൂവിന് പോകണം. ഈ റിവ്യൂവിന് പോകുമ്പോൾ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് കാണും. എൻ്റെ അപ്പ പൂർണ്ണമായിട്ട് ഈ ക്യാൻസർ രോഗത്തിന് സുഖപ്പെട്ട് ഹെൽത്ത് കണ്ടീഷൻ തിരിച്ചു കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർഹിക്കുന്നതിൽ കൂടുതൽ അനുഗ്രഹം തന്ന ഈശോപ്പയുടെ മാതാവിനോട് 1000 നന്ദി. എൻ്റെ പേര് പ്രീജ, സ്ഥലം തൃശ്ശൂർ. ഞാൻ 2022 May 10 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ മകളിലൂടെയാണ്. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും മക്കളില്ലാതെ വന്നപ്പോൾ ഇവിടെ വന്ന് അവൾ ഉടമ്പടി എടുക്കുകയും പിറ്റേ മാസം തന്നെ അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുകയും തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുടുംബസമേതം എല്ലാവരും കൂടി ഇവിടെ വരികയും ചെയ്തു. ഉടമ്പടി പുതുക്കുവാൻ വരുന്നതിൻ്റെ 2 ദിവസം മുൻപാണ് എൻ്റെ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് ഉണ്ടാകുന്നത്. ഞാനത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടിയിലല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബയോപ്സി റിസൾട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പറഞ്ഞു ഡോക്ടർ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അങ്ങ് അറിയാതെ എനിക്കൊരു രോഗം വരില്ല, അങ്ങ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരികയും ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാനുള്ള ഒരു ടോക്കൺ മേടിക്കുകയും ചെയ്തു. എന്നിട്ട് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ റിപ്പോർട്ടെല്ലാം അച്ഛൻ്റെ കയ്യിൽ ഞാൻ സമർപ്പിച്ചു. അപ്പോൾ അച്ഛൻ അത് മാതാവിൻ്റെ അടുത്ത് പോയി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി മാറും, നീ ഇവിടെ വരും, സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ
വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് സെക്കൻഡ് ഒപ്പീനിയനായി വേറൊരു ഡോക്ടറെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഈ റിപ്പോർട്ടെല്ലാം കണ്ടപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ സർജറി ചെയ്യുന്നതാണ് നല്ലത്, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്തു. അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാനായിട്ട് ഇത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ ഇൻഷുറൻസ് ശരിയാവുകയും ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് അതൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വരികയും അച്ഛൻ പിന്നെ തൈലം തന്നെ എൻ്റെ സൈറ്റ് തന്നെ എനിക്ക് ബ്രസ്റ്റിൽ പറ്റി വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ ബ്രസ്റ്റിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയും പിന്നെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കീമോ ചെയ്യുന്നത് നല്ലതാണ്, അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇനി അത് വരുമോ ഇല്ലേന്നോ പേടിച്ചിരിക്കേണ്ടി വരില്ലേ, അത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കീമോ ചെയ്യുകയും അതിന് കുറേ സൈഡ് എഫക്റ്റൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാതാവ് എല്ലാം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഞാൻ എന്നും എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തിട്ടാണ് ഞാൻ കീമോ ചെയ്യാൻ പോയിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൈമേ അത് കഴിഞ്ഞ് ആ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് എനിക്ക് സുഖമായി ഞാൻ വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോൾ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ പറയേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. പിന്നെ എൻ്റെ കൈമേ തള്ളവിരലുമേ റൈറ്റ് തള്ളവിരലുമയായിട്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ വീണ്ടും പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു സർജനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ സർജൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഞരമ്പ് ടൈറ്റായിട്ട് ഇരിക്കുകയാണ്, അത് കട്ട് ചെയ്ത് ലൂസാക്കി കൊടുക്കണം, എന്നാലേ കൈയുടെ വേദന മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി എൻ്റെ ശരീരത്തിൽ ഒരു കത്തി വയ്ക്കാൻ പോലും അമ്മ ഇടവാക്കരുത്, ഇത് എൻ്റെ സർജറി ഇല്ലാതെ തന്നെ അമ്മ എനിക്ക് മാറ്റി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ കൈമേ ഞാൻ ഉപ്പും തൈലവും എന്നും പെരട്ടി വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ചയിലത്തെ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ വേദനയുള്ളവിടുത്തെ കൈകൾ വെച്ച് നന്നായി പ്രാർത്ഥിക്കുക. അപ്പോൾ പറയുമ്പോൾ ഞാൻ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ഈ കൈമത്തെ വേദനയും എല്ലാം മാറ്റി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൈമത്തെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. എങ്ങനെ മാറിയെന്ന് പോലും എനിക്കറിയില്ല. അത് പെട്ടെന്ന് ഞാൻ കൈ സാധാരണ പോലെ തന്നെ ജോലികൾ ചെയ്യുമ്പോൾ കൈ മടങ്ങുമ്പോൾ ഭയങ്കര വേദനയാണ്. അത് കൈ മടങ്ങി നിർത്തുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവ് എനിക്ക് മാറ്റി തന്നു, ഇന്ന് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് സുഖപ്രസവം കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവേ അവൾക്ക് ആരോഗ്യമുള്ള ഒരു കുട്ടീനെ നൽകുകയും സുഖപ്രസവത്തിലൂടെ ഒരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്യണമേ എന്ന്. അതുപോലെ തന്നെ സുഖപ്രസവത്തോടു കൂടി അതിനെ ഒരു കുഞ്ഞിനെ, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കുകയും മാതാവ് തന്നു. പിന്നെ എൻ്റെ മകൾ BSc നഴ്സിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. അവൾ എല്ലാ വിഷയത്തിലും പാസ്സാവണേ എന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഇപ്പം 3 വർഷവും അവൾ എല്ലാ വിഷയത്തിലും പാസ്സായി. 4-ാം വർഷം അവൾ തുടങ്ങിയിട്ടുണ്ട്. മക്കൾ നന്നായി പഠിക്കണേ എന്നും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ നടന്നു പോകുന്നുണ്ട്. ഈശോയി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി പൈസ കൊടുക്കുകയും പൊതിച്ചോറുകൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ പത്രങ്ങൾ തുടക്കത്തിൽ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ എന്നാലും പള്ളിയിൽ പോയിട്ട് പത്രം കൊടുക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പം ഞാൻ ഈ പത്രം വിചാരിച്ചു, ആർക്കും ഇങ്ങനെ കൊടുക്കണ്ട, എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതല്ലേ എന്ന് കരുതി ഞാനത് ഞങ്ങളുടെ പത്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം, അത് കൊടുക്കുമ്പോൾ അതോടുകൂടി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, മാതാവേ
ഞാൻ ഈ ഉടമ്പടി ചെയ്തിട്ട് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പുറത്തിട്ട് ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിയും നന്നായി ചെയ്തു കൊള്ളാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പത്രം, എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് നടക്കണ കാരണം എനിക്ക് പത്രം മുഴുവനും കൊടുക്കാൻ സാധിച്ചില്ല. എൻ്റെ ഹസ്ബൻഡാണ് ആ പത്രം, മോളും കൂടി ആ പത്രം മുഴുവനും പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാഫുകളിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങളുടെ കുടുംബസമേതമാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും 1000 നന്ദി.